മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പ്രയാസങ്ങൾ നേരിടുന്നവരാണ്. പ്രയാസങ്ങളെ ക്ഷമ കൊണ്ടാണ് നാം നേരിടേണ്ടത്. ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, മാനസികമായ അസ്വസ്ഥതകൾ വരുമ്പോൾ ജീവിതം ഇതോടുകൂടെ അവസാനിക്കാൻ പോവുകയാണല്ലോ എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ജീവിതമെന്ന് പറയുന്നത് പരീക്ഷണത്തിൻ്റെ ഒരു ലോകമാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് പ്രവാചകന്മാരാണ്. അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും അനുഭവിച്ചതിൻ്റെ പേരിൽ അള്ളാഹു താലയുടെ ഭാഗത്തുനിന്ന് കിട്ടിയ വലിയ അനുഗ്രഹങ്ങളുണ്ട്. മഹദിയായ ഹാജറ ബീവി, അവിടുത്തെ ഭർത്താവായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാസങ്ങളോ ദിവസങ്ങളോ ആയപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. അവർ സ്വന്തം ഭാര്യയെയും ചെറിയ കുട്ടിയെയും മക്കയുടെ പരിസരത്ത് ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. ആരുമില്ലാത്ത ആ സ്ഥലത്ത് അവിടെ വെച്ചു പോകുമ്പോൾ പത്നിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, ഇത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണോ? ബല, അതെ എന്ന് പറഞ്ഞപ്പോൾ മഹദിയായ ഹാജറ ബീവിക്ക് അവിടുന്ന് വലിയ പ്രശ്നങ്ങളൊന്നും പ്രയാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ്, കൽപ്പനയാണ് എന്ന അടിസ്ഥാനത്തിലാണ് അവർ അതിനെ കണ്ടത്. മാത്രമല്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് 10 വയസ്സായപ്പോൾ നല്ല കളിയും ചിരിയും നടക്കുന്ന ആ പ്രായത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അടുത്തൊരു നിർദ്ദേശം എന്താണ്? ഈ കുഞ്ഞിനെ ബലിയെറുക്കണം. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. ആ സമയത്ത് നോക്കൂ നിങ്ങൾ, 60 വർഷത്തോളം കുഞ്ഞിന് വേണ്ടി കരഞ്ഞിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 60ാമത്തെ വയസ്സിലാണ് അവിടുന്ന് മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലഭിക്കുന്നത്. ആ കുഞ്ഞിനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥകൾ എത്രയാണ്! മാത്രമല്ല, ആ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി എല്ലാ നിലക്കും തയ്യാറായി നിൽക്കുന്ന സമയത്ത് അതിന് കൽപ്പനക്ക് വിധേയമായിട്ട് അവിടുന്ന് കത്തി വെക്കുമ്പോഴാണ് അല്ലാഹു തആല അവിടുന്ന് പറയുന്നത്, എൻ്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബിയെ അങ്ങ് വിജയിച്ചിരിക്കുന്നു. ഇതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? സ്വാഭാവികമായും മനുഷ്യർക്ക് ചില വിഷയങ്ങൾ വരുമ്പോഴേക്ക്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പരീക്ഷണമാണ്, ഇത് വലിയ പരീക്ഷണമാണ് എന്നാണ് നമ്മളൊക്കെ കാണാറുള്ളത്. പരീക്ഷണം എന്ന് പറയുന്നത് ഒരു പാഠമാണ്. നാം ചെയ്തതിൻ്റെ പേരിൽ, നാം ചെയ്ത കുറ്റത്തിൻ്റെ പേരിലും പരീക്ഷണം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ നമ്മുടെ ഈമാനിക ശക്തി അളക്കാൻ വേണ്ടിയും പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒന്നിക്കൽ രോഗമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ മരണമായിരിക്കും. ഇങ്ങനെ തുടങ്ങി പല മേഖലകളിലും ജനങ്ങൾ പല നിലക്കും പരീക്ഷണത്തിന് വിധേയമാകേണ്ടവരാണ്. ഈ സമയത്തൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് പടച്ച റബ്ബിൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ ഇതിന് വളരെ ശക്തമായിട്ട് ഈമാനികമായിട്ട് ഞാൻ ക്ഷമയോടെ മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ, പരീക്ഷണമാണെന്ന് വിചാരിച്ച് നാം ഒരു ഭാഗത്ത് തന്നെ അടങ്ങിയൊതുക്കുന്നതിന് പകരം അതിനെ എങ്ങനെ നാം ആ പരീക്ഷണത്തിൽ വിജയിക്കണമെന്ന ആലോചനകളും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും നമ്മിൽ ഉണ്ടാവണം. അപ്പോഴാണ് ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊക്കെ പരീക്ഷണം വരുമ്പോൾ വല്ലാത്ത മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ പ്രയാസങ്ങൾ ചുരുക്കാനും ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഇസ്ലാം പല വഴികളും നമുക്ക് നൽകിയിട്ടുമുണ്ട്. പ്രയാസഘട്ടങ്ങളിൽ, വിഷമങ്ങൾ വരുന്ന സമയത്ത് നാം ചില ദിക്റുകൾ ചൊല്ലിയാൽ ആ അവസ്ഥയിൽ നിന്ന് മാറി സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റാനുള്ള നല്ല ദിക്റുകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദിക്റാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വിഷമഘട്ടങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. വിഷമം, ദുഃഖം, കടബാധ്യതകൾ, സന്തോഷം കുറവൊക്കെ വരുന്ന സമയത്ത് ഈ ദിക്ർ നാം ആത്മാർത്ഥമായി ചൊല്ലിയാൽ അതിന് ഫലം ലഭിക്കുമെന്ന് നബി തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ഹദീസിൽ തന്നെയുണ്ട്. അതിങ്ങനെയാണ് ചൊല്ലേണ്ടത്: അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു ഉമ്മത്തിക. ഉമ്മത്തിക എന്നല്ല, ഉമ്മത്തിക എന്നാണ്. നാസിയത്തി ബിയദിക മാളി ഫിയ ഹുക്കുമുക അദ്ലും ഫിയ ഖളാഉക
അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദുൻ മിൻ ഖൽഖിക ഔ ഉൻസിൽതഹു ഫീ. ആ ദിക്ർ നമ്മൾ പ്രതീക്ഷയോടെ നാം ചൊല്ലുമ്പോൾ തീർച്ചയായും അതിന് ഫലം കാണും. പരീക്ഷണങ്ങൾ വരും, പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ചില പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, കടബാധ്യതകളൊക്കെ പരമാവധി ഇല്ലാതാക്കാൻ നമുക്ക് ഈ ദിക്റിലൂടെ സാധിക്കുകയും ചെയ്യും.